നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കിഴക്കേ നടക്കൽ പൂരം രാജകീയം. തൃപ്പയാർ തേവർ സ്വർണ്ണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് എഴുന്നള്ളി. താന്യത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷ് പോലീസ് പിടിയിൽ. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ലഹരി വിരുദ്ധ തീരദേശ നൈറ്റ് മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി നോക്കാം. രാമനാമ മന്ത്രത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്നെത്തിയ തേവർക്ക് തൃപ്പയാർ കിഴക്കേ നടയിൽ രാജകീയ വരവേൽപ്പ് നൽകി. സരയൂ തീരത്തെ മണ്ഡപത്തിൽ ഇറക്കി പൂജയും ആചാരവെടിയും വർണ്ണമഴയും നടന്നു. തുടർന്ന് 3 ആനകൾ അണിനിരന്ന നടക്കൽ പൂരത്തിന് പഞ്ചവാദ്യവും പാണ്ടിമേളവും അകമ്പടിയായി. പറയെടുപ്പിന് ശേഷം ഊരായ്മക്കാരായ ചേലൂർ പുന്നപ്പിള്ളി മനകളിലെത്തി. തുടർന്ന് ഉണ്ണിമാറിമംഗലം ദേവീക്ഷേത്രം, കൊട്ടാരപ്പറമ്പ് കൂടോത്ത് ക്ഷേത്രം, ജ്ഞാനപ്പള്ളി മന, കുന്നത്ത് മന എന്നിവിടങ്ങളിലെത്തി പറയെടുത്തു. ചൊവ്വാഴ്ച രാവിലെ കുട്ടംകുളത്തെ ഇറക്കി പൂജയും ആറാട്ടും കഴിഞ്ഞ് തിരികെ ക്ഷേത്രത്തിലെത്തിയ തേവർ വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. ആമലത്ത് പടിക്കൽ നിയമവെടി കഴിഞ്ഞ് ചെറുമുക്ക് മന, പായിക്കാട് മന എന്നിവിടങ്ങളിലെ പറകൾ സ്വീകരിച്ചാണ് പടിഞ്ഞാറേ മനയിലെത്തുക. തന്ത്രിയില്ലത്ത് ഇറക്കി പൂജ, ചെമ്പിലാറാട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തന്ത്രിയില്ലത്തെ ചടങ്ങുകൾക്ക് ശേഷം ബുധനാഴ്ച വൈറ്റിലാശ്ശേരിയിലെ നിയമവെടിയും കഴിഞ്ഞ് ആവണങ്ങാട്ടിലെ പറ സ്വീകരിച്ച് മുരിയാങ്കുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി മീൻ പിടിച്ച് തൃപ്പയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്ന് ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കി ദേവസംഗമത്തിന് നെടുനായകത്വം വഹിക്കാൻ ആറാട്ടുപുഴയിലേക്ക് പുറപ്പെടും. തൃപ്പയാർ തേവരുടെ കിഴക്കേ കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ കുട്ടംകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇറക്കി പൂജയും ആറാട്ടും ഭക്തി നിർഭരമായി. തേവരുടെ ആറാട്ടുപുഴ പൂരം പുറപ്പാടിന്റെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണത്തിൽ നിവേദ്യം സമർപ്പിച്ചുള്ള ഇറക്കി പൂജ കുട്ടംകുളം ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് തിടമ്പ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പൂജ ചെയ്യുമ്പോൾ ഭക്തർ പറകൾ നിറച്ചു. ചടങ്ങിനെത്തിയ ഭക്തർക്ക് ആറാട്ട് കഞ്ഞി വിതരണവുമുണ്ടായിരുന്നു. ആറാട്ടുപുഴ ദേവമേളയോടനുബന്ധിച്ച് തൃപ്പയാർ ശ്രീരാമസ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണത്തിന്റെ ഭാഗമായുള്ള കിഴക്കേ നടക്കൽ പൂരം ആഘോഷിച്ചു. തുടർന്ന് 3 ഗജവീരന്മാർ അണിനിരന്ന കിഴക്കേ നടക്കൽ പൂരത്തിന് പഞ്ചവാദ്യ തിമില പ്രമാണി ചോറ്റാനിക്കര സുഭാഷ് മാരാരും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും നേതൃത്വം നൽകി. കിഴക്കേ നടപ്പൂരത്തിൽ നിരവധി വർഷങ്ങളായി പങ്കെടുത്തുവരുന്ന ഇടയ്ക്ക കലാകാരൻ തിരുവല്ലാമല ജയൻ പൊതുവാളെ ചടങ്ങിൽ വെച്ച് സുവർണമുദ്രയും പ്രശസ്തിപത്രവും നൽകി ആദരിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കിഴക്കേ നട പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് നടുവത്തേരി, സെക്രട്ടറി C പ്രേംകുമാർ, ട്രഷറർ UP കൃഷ്ണനുണ്ണി, രക്ഷാധികാരി സജൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറി മുരളി കല്ലാറ്റ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. താന്യത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷ് പോലീസ് പിടിയിലായി. മാർച്ച് 17-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. താന്യം കുളപ്പാടത്തിന് സമീപം പറമ്പിൽ ആദിത്യകൃഷ്ണനോടുള്ള വൈരാഗ്യത്തിൽ
കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗങ്ങളായ ഷാജഹാൻ, ശ്രീബിൻ എന്നിവർ ഇയാളുടെ വീട്ടുമുറ്റത്തേക്ക് വടിവാളുമായി എത്തുകയായിരുന്നു. ഇയാളെ കണ്ടെത്താത്തതിനാൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി. ബഹളം കേട്ട് തൊട്ടടുത്ത വീട്ടിലെ കാതിക്കോടത്ത് ലീല അവിടേക്കെത്തി കാര്യം തിരക്കി. ഇതിൽ പ്രകോപിതനായ ഷാജഹാൻ വടിവാൾ കൊണ്ട് ലീലയുടെ ഇടതു കൈപ്പത്തിയുടെ മുകളിൽ വെട്ടുകയായിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ചാഴൂർ വാഴപ്പുരയ്ക്കൽ അഖിൽ, മടത്തിൽ വീട്ടിൽ ഹരികൃഷ്ണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഷാജഹാനെയും ശ്രീബിനെയും കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കായ്ക്കുരു രാഗേഷാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇയാൾ ഈയടുത്താണ് കാപ്പ കേസ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ തൃക്കാക്കരയിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത്. കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ്, ക്രൈം സ്ക്വാഡ് അംഗം മാഹിൻ അബൂബക്കർ, CPO ആദർശ്, എളമക്കര CPO IS അനീഷ് എന്നിവരുടെ സഹായത്തോടെയാണ് കായ്ക്കുരു രാഗേഷിനെ പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ DYSP KG സുരേഷ്, അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ AS സരിൻ, SI മാരായ KS സുബിന്ദ്, M. അരുൺകുമാർ, CPOമാരായ ES ജീവൻ, MM മഹേഷ്, അനൂപ്, ഉമേഷ്, സുർജിത്ത് സാഗർ, MU ഫൈസൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. രാഗേഷിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം, കവർച്ച തുടങ്ങി 64ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് UDF എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. പുളിഞ്ചോട് സെന്ററിൽ നടന്ന സമരം മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടിസ്ഥാനപരമായി വികസന രംഗത്തായാലും സാമൂഹ്യക്ഷേമ രംഗത്തായാലും പ്രവർത്തിക്കാൻ കഴിയുന്നത് ആ പഞ്ചായത്തുകൾക്കാണ്. അപ്പൊ അവർക്ക് വിനിയോഗിക്കേണ്ട ആ പണം പദ്ധതി വീതം വെട്ടിക്കുറച്ചു എന്നത് ഒരു വലിയ ദ്രോഹം തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ വെള്ളപ്പൊക്കം മൂലവും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗം പിടിച്ച് സാഹചര്യം ഉണ്ടായപ്പോൾ എല്ലാം കൊണ്ടും ജനങ്ങൾ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊക്കെ അതിജീവിക്കാൻ കഴിയാതെ പഞ്ചായത്തുകൾ വിഷമിക്കുകയാണ്. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഇവിടെയൊക്കെ എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എൻ്റെ വീട് ഇവിടെ മുങ്ങില്ലേ. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, നേതാക്കളായ സജയ് വൈനപ്പള്ളി, PD സജീവ്, EK മുഹമ്മദ് ഹാജി, ഉമറുൽ ഫാറൂഖ്, സലീം പോക്കാക്കല്ലത്ത്, TK പ്രകാശൻ, മൻസൂർ, PK ഡേവിസ്, TA നാസിമുദ്ദീൻ, മോഹനൻ കാട്ടിക്കുളം, സിദ്ദിഖ്, മുഹമ്മദ് സഗീർ, IB വേണുഗോപാൽ, മുഹമ്മദ് അലി ഹാജി, സർവോത്തമൻ, ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, ഷിനി സതീഷ്, ഫാത്തിമ അഷ്റഫ്, KS അനിൽകുമാർ, AB ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ കൈകോർത്ത് താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് തൊഴിലാളികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. വായനശാല ATC റോഡിൽ അന്തോണി വളവിന് സമീപം നടന്ന പരിപാടിയിൽ വാർഡ് മെമ്പർ ആൻഡോ തുറയൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മേട്ടന്മാരായ ലില്ലി ജോസ്, കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ എന്നിവർ സംസാരിച്ചു. ഗിരിജ കൊടപ്പുള്ളി, വത്സല അശോകൻ, ശോഭന മോഹനൻ, ആനി, സുനന്ദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. താന്യം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ പോൾ മെമ്മോറിയൽ റോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് OS അഷ്റഫ്, 5-ാം വാർഡ് മെമ്പർ ആൻഡോ തുറയൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. അക്കിലോല പൂവൻകുത്തി കണ്ണിലോല ക്ലിം
അത്തിപ്പഴം കൊത്തിത്തുന്നു തത്തമ്മ. ഓ അപ്പൊ സി. എന്താണത്? ഇതൊരു എൻട്രൻസ് മോഡൽ എക്സാം അല്ലേ? ഇതൊന്നും അൾട്ടിമേറ്റ്ലി വർക്ക് ആവില്ലട്ടാ. ഞാനൊരു ടെക്ക് പറയാം, ഇത് നോക്ക് നീ. Tom and Jerry, you don't worry, I will put you in the curry. ശല്യം ചെയ്യണ്ടിരിക്കും, രണ്ടും കൂടെ എന്റെ കോൺസെൻട്രേഷൻ കളയോ. നോക്കട്ടെ നിന്റെ കോൺസെൻട്രേഷൻ. ഇതെന്തിട്ട് നോക്കിയപ്പോ ഉള്ള പാമ്പാ. എടാ, ഈ കറക്കിക്കുത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. ട്യൂഷൻ പോണതിനൊപ്പം അക്കാഡമി സൺഡേ എൻട്രൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിയറിയും എൻട്രൻസും ഒന്നിച്ച് സെറ്റാക്കാം. പിന്നെ ലാസ്റ്റ് ഒരു ക്രാഷ് കോഴ്സ് കൂടെ ചെയ്താൽ സംഭവം സെറ്റ്. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. ആ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാ. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വെക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകൾ തുടരുന്നു. താന്യം 6-ാം വാർഡ് ജാഗ്രതാ സമിതിയുടെയും ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SNDP മന്ദിരം കിഴക്കുമുറി ശാഖ കാനാടിമഠം തറവാട് പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PM ജദീർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഇനി നമുക്ക് നോക്കാം, ലഹരി അഥവാ ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സിഗരറ്റ്, ബീഡി, മുറുക്കല്, ഈ പുകയിലൊക്കെ ഇട്ടിട്ട്, ഹാൻഡ്സ് ഇവിടെ നിരോധിച്ചിട്ടുള്ളതാണ്. മദ്യം, ബിയർ, വൈൻ ഉൾപ്പെടെ, മയക്കുമരുന്നുകൾ, ഞാനത് പേരൊന്നും പറയുന്നില്ല, മെമ്പറോടെ സൂചിപ്പിച്ചു കുറച്ച് പേരൊക്കെ, ഞാൻ പറയുന്നില്ല, ഞാൻ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു. മയക്കുമരുന്നുകൾ, മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് കാണുന്നത് ഉൾപ്പെടെ, യൂട്യൂബ് കാണുന്നത് ഉൾപ്പെടെ, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ. കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ ആതിര CR അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര സ്കൂൾ കൗൺസിലർ രാജി KR, തൃപ്പയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് റിനി ഡേവിസ് എന്നിവർ സംസാരിച്ചു. മതിലകം CK വളവ് പൗരാവലി ഏർപ്പെടുത്തിയ KK അഹമ്മദ് കബീർ പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം PB സക്കീർ ഹുസൈന് സമ്മാനിച്ചു. കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പുരസ്കാരം നൽകി. ET ടൈസൺ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ അവാർഡ് ഇപ്രാവശ്യം ലഭിക്കുന്നത് നമ്മുടെ സക്കീർ മാഷാണ്. എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് നൽകിയ 2 പേരൂടെ നമ്മുടെ വേദി പങ്കിടുന്നുണ്ട്. നമ്മുടെ വിജയേട്ടൻ ഒരു പ്രാവശ്യം കിട്ടി, സുധീഷ് അമ്മ വീടിന് ഒരു പ്രാവശ്യം കിട്ടി, വേറൊരു സമയം നമ്മുടെ സക്കീർ മാഷിന് കിട്ടുകയാണ്. സക്കീർ മാഷ് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളെന്നറിയാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. എന്തെങ്കിലും അങ്ങനെ ഒരു ഭിന്നശേഷിയുള്ള ആളാണ് ഞാൻ തോന്നുന്നുണ്ട്. പൊതുരംഗത്ത് ഒട്ടും കുറഞ്ഞ ആൾ, എനിക്ക് തോന്നുന്നു നമ്മളെക്കാളൊക്കെ നല്ലപോലെ ഇടപെടാനും ആ മേഖലയിൽ പ്രത്യേകിച്ചുള്ള ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ ഒരു ടൂറൊക്കെ ഉണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ പോകാൻ വിഷമമുള്ള സ്ഥലത്ത് പോലും ഇവർ ആ വിനോദ. പൗരാവലി പ്രസിഡന്റ് റാഫി താളം അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാവിനെ MA വിജയൻ പൊന്നാട അണിയിച്ചു. ആസ്പിൻ അഷ്റഫ് പ്രശസ്തി പത്രം വായിച്ചു. ഹനാൻ ജാഫർ ഖാൻ വരച്ച സക്കീർ ഹുസൈൻ്റെ രേഖാചിത്രം വേദിയിൽ സമ്മാനിച്ചു. ഹംസ വൈപ്പിപ്പാടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാനതല അംഗീകാരങ്ങൾ നേടിയ KB ഫാസിൽ, മുഹമ്മദ് റൈഹാൻ, അഷ്ഫാഖ്, MR ഐഷാന എന്നിവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
പഞ്ചായത്ത് അംഗങ്ങളായ സംസാബി സലിം, മാലതി സുബ്രഹ്മണ്യൻ, OA ജൻറിൻ, സോമൻ താമരക്കുളം, സുധീഷ് അമ്മവീട്, CK വളവ് പൗരാവലി ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ നാസർ സാസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മലപ്പുറം പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കോലം മുസ്ലിം ലീഗ് കത്തിച്ചതിനെതിരെ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. തൃപ്പയാർ സെന്ററിൽ SNDP യോഗം നാട്ടിക യൂണിയൻ, ശാഖ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റും സംയുക്തമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തൃപ്പയാർ യൂണിയൻ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ്, വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ, സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യോഗം ബോർഡ് മെമ്പർമാരായ ജയന്തൻ പുത്തൂർ, പ്രകാശ് കടവിൽ, കൗൺസിൽ ഭാരവാഹികളായ നരേന്ദ്രൻ തയ്യിൽ, ഗണേശൻ CS, നാരായണദാസ് KG, തുഷാർ ഇല്ലിക്കൽ, ബിനോയ് PS, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അദ്വൈത് വയനപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അത് കേരളത്തിലല്ല, അത് പാകിസ്ഥാനിലോ മറ്റോ ആണെന്നാണ്. ഞങ്ങളാരും SNDP യോഗത്തിൻ്റെ പ്രവർത്തകരോ കേരളത്തിലെ ഒരു ഈഴവ സമുദായത്തിലെ ഒരു അംഗങ്ങളും ഒരു മുസ്ലിം സമുദായത്തിനോ മുസ്ലിം സഹോദരങ്ങൾക്കോ എതിരല്ല. പക്ഷേ ഞങ്ങളും അവരെ പോലെ മനുഷ്യരാണ്, ഞങ്ങൾക്കും ഈ കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ സമുദായ അംഗങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനമോ ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനമോ ഒരു ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വലിയ ദുഃഖകരമായ ഒരു സത്യം ഇന്നലെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക, ഈ കോലം കത്തിക്കലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. കേവലം ഈ കോലം കത്തിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മലപ്പുറം ജില്ലയിൽ, കേരളത്തിലെ 14 ജില്ലകളുള്ളതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു സമുദായമാണെങ്കിൽ കേരളത്തിലെ 13 ജില്ലകളിലും വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു സമുദായത്തോടാണ് കളിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് കിറ്റ് കൈമാറി പ്രവാസി മലയാളിയായ മനേഷ് ശങ്കർ. ലഹരിക്കെതിരെ സ്പോർട്സിനെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച വെക്കേഷൻ ഫുട്ബോൾ ക്യാമ്പിലേക്കാണ് അബുദാബിയിലെ SNDP യൂണിയൻ ചെയർമാനും ഇതിഹാദ് എയർവേസ് എയർക്രാഫ്റ്റ് എഞ്ചിനീയറുമായ മനീഷ് ശങ്കർ സ്പോർട്സ് കിറ്റ് നൽകിയത്. സ്കൂൾ NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് കൈമാറി. കായിക അധ്യാപകൻ PG ബബിൽനാഥ്, അധ്യാപിക ബിന്ദു MJ എന്നിവർ പങ്കെടുത്തു. NSS വിദ്യാർത്ഥികൾ പണിയുന്ന വീട്ടിലേക്കും മനീഷ് ശങ്കർ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. സംഭാവനകൾ നൽകിയ SN ട്രസ്റ്റ് വിദ്യാലയത്തിൻ്റെ 2025 സമ്മർ ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 13ഓളം ഗെയിമുകൾ തന്നെ ഇവിടെ ഒരു മാസത്തെ പരിശീലനത്തിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിലവിൽ മുൻ വർഷങ്ങളിലെ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യന്മാരാണ് നമ്മുടെ വിദ്യാലയം. അതുപോലെ തന്നെ കുട്ടികൾ ഒപ്പം തന്നെ മറ്റ് ഗെയിമുകൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഹാൻഡ്ബോൾ, കരാത്തെ, റെസ്ലിംഗ്, ജൂഡോ, ഒരുപാട് ഗെയിമുകൾ നമ്മളിവിടെ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. മണപ്പുറം സമീക്ഷയുടെ ആഭിമുഖ്യത്തിൽ മണപ്പുറം കലോത്സവത്തിന് തുടക്കമായി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടക്കുന്ന കലോത്സവം നാട്ടിക SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ നിന്ന് പാടിയ സ്വാഗതഗാനമെല്ലാം വളരെ മനോഹരമായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ തൃപ്രയാറ് ഹാരി സാർ പറഞ്ഞതുപോലെ തൃപ്രയാറ് പോലീസിന്റെ ലഹരി വിരുദ്ധ സേനകളുടെ ഒരു ഹോട്ട്സ്പോട്ടായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ചെറിയ പ്രവൃത്തി പോലും വളരെ വലിയ ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പണ്ട് 70കളിലൊക്കെ ചോദിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് ബ്രസീലിലെ പൂമ്പാറ്റകളുടെ ചിറകടി അമേരിക്കയിലെ ടെക്സസിൽ ടൊർണാഡോ കൊടുങ്കാറ്റുണ്ടാക്കാൻ കഴിയുമോ ചിറകടിക്ക് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചെറിയ ചലനങ്ങൾ പോലും ചിലപ്പോൾ അതിൻ്റെ അലയടികൾ നീണ്ടു പോയി വലിയ ഇഫക്റ്റ് ഉണ്ടാക്കും ചിലപ്പോൾ. അല്ലാതെ പൂമ്പാറ്റകളുടെ ചിറകടി ടൊർണാഡോ ഉണ്ടാക്കുമോ എന്നുള്ളത് ഒരു ലിറ്ററൽ ആയിട്ടുള്ള ഒരു അക്ഷരാർത്ഥത്തിലുള്ള ചോദ്യമല്ല. പക്ഷെ ഒരു ചെറിയ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ചെറിയൊരു കാര്യം പോലും ചിലപ്പോൾ വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CG അജിത് കുമാർ, TR ഹാരി, VK ജ്യോതിപ്രകാശ്, BN രണദേവ്, TS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു.
നാട്ടികയിലെ പ്രമുഖ ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ചിത്രപ്രദർശനവും ചിത്രരചനയും സംഘടിപ്പിച്ചിരുന്നു. ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ തീരദേശ നൈറ്റ് മാർച്ച് നടത്തി. നാട്ടിക ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് വാടനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VT സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവതീ-യുവാക്കൾ, നമ്മുടെ നാട്ടിലുള്ള യുവതീ-യുവാക്കളെ, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ വരെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാരക വിപത്താണ് ലഹരി. അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന ഈ നൈറ്റ് മാർച്ച് വളരെ അസാധാരണമാണ്. ഇതുമൂലം ഈ നാട്ടിലുള്ള ലഹരിയെ തുളച്ചു നിൽക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ മാർച്ച് സംഘടിപ്പിച്ച നാട്ടിക ഗ്രാമപഞ്ചായത്ത് BJP കമ്മിറ്റിക്ക്, പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഞാൻ ആദ്യമേ അഭിവാദ്യം അർപ്പിക്കുന്നു. മാസ്റ്റേഴ്സ് നാഷണൽ മീറ്റിൽ നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ കായിക താരം ബിൻസി മോഹൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത നൈറ്റ് മാർച്ച് KMUP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. സമാപന യോഗം BJP മുൻ മണ്ഡലം പ്രസിഡന്റ് DP ഹരീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സുധീർ KS, സജിനി മുരളി, ജോഷി ബ്ലാങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. ശ്രീകുട്ടൻ പാടത്തിപ്പറമ്പിൽ, AK ചന്ദ്രശേഖരൻ, PK ബേബി, ജ്യോതിദാസ്, ജയരാമൻ വളവത്ത്, സിജിത്ത് കരുവത്ത്, PK പ്രകാശൻ, ബൈജു കോറോത്ത്, ഷൈബു പുള്ളിപ്പറമ്പിൽ, ജയപ്രകാശ്, ഹരീഷ് വളവത്ത്, NK വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നെറ്റിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ നെറ്റിക്കോട് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നെറ്റിക്കോട് മൈതാനത്ത് നടന്ന ടൂർണമെന്റ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ, KS ഉണ്ണികൃഷ്ണൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. 5 ടീമുകൾ മാറ്റുരച്ച വാശിയേറിയ മത്സരത്തിൽ വാമോസ് FC വിജയികളായി. 3 കിങ്സ് ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കി. ഫിനിക്സ് ക്ലബ്ബ് ഭാരവാഹികളായ അരുൺ കിഴക്കൻ, ആകാശ് വെട്ടിയാട്ടിൽ, സനു ചളിങ്ങാട്ട്, വിച്ചു അന്തിക്കാട്, നിധിൻ ഏറുകാട്, ശ്രീരാഗ് കോഴിക്കണക്കൻ, രതീഷ് നമ്പട്ടി, രമേശ് ഊണുങ്ങൽ, സുരേഷ് പടിയത്ത് എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
Vilappuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഈ അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം. ഏപ്രിൽ 28, 29, 30 തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ 25% ഡിസ്കൗണ്ട്. കൂടാതെ 6 മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം 0% പണിക്കൂലിയിൽ. ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം മികച്ച ഓഫറുകളോടെ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഖൈദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മയിൽ സാഹിബിന്റെ 53ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, സെക്രട്ടറി PH ഷെഫീഖ്, VK നാസർ, KK ഹംസ, AM മുനീർ, KS സുബൈർ, PA സുലൈമാൻ ഹാജി, EK ഖാലിദ് എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് വള്ളൂർ ആലുംതാഴം ശ്രീ മഹാവരാഹി ക്ഷേത്രത്തിൽ അന്തിക്കാട് ശ്രീ കാർത്തികേയനി ദേവിക്ക് സ്വീകരണം നൽകി. പൂരത്തിന് മുന്നോടിയായി അന്തിക്കാട് ഭഗവതി, തൃപ്പയാർ തേവരുമെല്ലാം ഈ ക്ഷേത്രം സന്ദർശിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അന്തിക്കാട് ഭഗവതി വാരാഹി സന്നിധിയിൽ എത്തിച്ചേർന്ന് പറ സ്വീകരിച്ച് മടങ്ങി. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്ന തേവർ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുള്ള പാടത്ത് വന്ന് ദർശനം നടത്തി തിരിച്ചു പോകുന്നതായാണ് മുൻകാലങ്ങളിലെ വിശ്വാസം. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് കോഴിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നാഗക്കാവിൽ അഷ്ടനാഗക്കളവും വിശേഷാൽ പൂജകളും നടന്നു. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്കും പാലും നൂറും നൽകൽ കർമ്മത്തിനും NS പ്രജീഷ് ശാന്തി വലപ്പാട് കാർമ്മികത്വം വഹിച്ചു. സജീവ് ശാന്തി സഹകാർമ്മികനായി. തുടർന്ന് നടന്ന കളമ്പാട്ടിന് ചൂലൂർ പുളിക്കൽ അനിൽകുമാർ പുള്ളുവനും സംഘവും നേതൃത്വം നൽകി. ക്ഷേത്രം ഭാരവാഹികളായ KV രാമചന്ദ്രൻ, സുരേഷ് KB, ബൈജു KD, സത്യാനന്ദൻ, KG കാളിദാസ്, ബിനീഷ് KP, KV ജയപ്രകാശൻ, ഷിനോജ്, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ ശ്യാം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 9-ാം തീയതി പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകളും എഴുന്നള്ളിപ്പും നടക്കും.
ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് മുൻപുള്ള തൃപ്പയാർ തേവരുടെ ഗ്രാമപ്രദക്ഷിണത്തിന് കൊട്ടാരപ്പറമ്പിൽ ഭക്തർ സ്വീകരണമൊരുക്കി. തൃപ്പയാർ തേവരുടെ പൂരപ്പുറപ്പാടുമായി പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് കൊട്ടാരപ്പറമ്പ്. കൊട്ടാരപ്പറമ്പ് പോലെ തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ തീർത്ഥക്കിണറും. 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തേവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ നീരുറവ കടുത്ത വേനലിൽ പോലും വറ്റാത്തതെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. തൃപ്പയാർ ശ്രീരാമസ്വാമിയുടെ ആറാട്ടുപുഴയ്ക്കുള്ള പൂരപ്പുറപ്പാടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ് ഈ കൊട്ടാരപ്പറമ്പ്. ആ കൊട്ടാരപ്പറമ്പിൽ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരു തീർത്ഥക്കിണർ ആയിട്ടുള്ള ഒരു കിണറുണ്ട് ഇവിടെ. അതിന് ഏകദേശം ഇവിടെ പഴയ തലമുറയ്ക്ക് പോലും എത്ര കാലത്തെ പഴക്കമുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കിണറിന് ശ്രീരാമസ്വാമിയുടെ ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഈ കടുത്ത വേനലിൽ പോലും ഇവിടെ ഒരു 200-250 കൂടുതൽ കൊട്ടാരപ്പറമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് 250 കൂടുതൽ കുടുംബങ്ങൾക്ക് കുടിവെള്ളം, അതും വളരെ ശുദ്ധമായ കുടിവെള്ളം, വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വണ്ടികളൊക്കെ വന്നിട്ട് കുടിവെള്ളത്തിനായിട്ട് ഇവിടെ നിന്ന് ആളുകൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ തീരെ പറ്റിപ്പോയിട്ടില്ല. അങ്ങനെ വളരെയധികം ഒരു ജനോപകാരപ്രദമായിട്ടുള്ള ഒരു ജലസ്രോതസ്സാണ് ഈ കൊട്ടാരപ്പറമ്പിലുള്ള ഈ തീർത്ഥക്കിണർ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന ഈ കിണർ. ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്കിപ്പോൾ 76 വയസ്സായി. എൻ്റെ ഓർമ്മയിൽ ചെറുപ്പം മുതൽ ഞങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കാരണന്മാരായിട്ടുള്ള ഒരു വഴിയുണ്ടാവും. ഇന്നും ഞങ്ങളത് നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഇനി വരും തലമുറകൾ അങ്ങനെയാണെന്ന് നമുക്ക് പറയാനൊന്നും സാധിക്കില്ല. പരം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഈ കിണറിനെ ആശ്രയിക്കുന്നത്. 1443 ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായുള്ള കൊട്ടാരപ്പറമ്പിലേക്കുള്ള തേവരുടെ വരവിന് സ്വീകരണമൊരുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രദേശവാസികൾ. തേവരുടെ വരവുമായി ബന്ധപ്പെട്ട് പന്തൽ, എണ്ണ, നിറ എന്നിവയെല്ലാം വയ്ക്കാൻ പ്രത്യേക വിഭാഗങ്ങളുണ്ട്. അതവരുടെ അവകാശമായാണെന്നും പാരമ്പര്യമായി കണ്ട് പ്രത്യേക വിഭാഗങ്ങളാണ് പന്തലും എണ്ണയും നിറയും എല്ലാം ഒരുക്കി തേവരെ വരവേൽക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എണ്ണയും നെല്ലാണ് അവകാശമായിട്ട്. അതിപ്പോൾ പഴയ കാലത്തൊക്കെ നല്ലോണം നെല്ലും എണ്ണയൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ ചുരുങ്ങി വന്നിപ്പോൾ നിസ്സാര എണ്ണയും നെല്ലുള്ളത്. വളരെ ഉണ്ടാവില്ല ഇപ്പോൾ, അങ്ങനെയായി മാറി. എന്നാലും ഞങ്ങൾക്ക് അതിനോട് ഞങ്ങൾക്കിതൊരു അവകാശമാണ്. ഇതൊരു എന്താ പറയുക, ഒരു പ്രസാദമാണ് ഞങ്ങൾക്ക്. ഈ പ്രസാദമാണ്. ഈ എണ്ണ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മറ്റൊന്നുമില്ല, ഞങ്ങൾ വിളക്ക് എത്തിക്കുക.
ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വിഷുപ്പൂരത്തിന് കൊടികയറി. മേൽശാന്തി സിജിത്ത് കാർമ്മികനായി. ക്ഷേത്രപരിധിയിലെ 11 ഉത്സവ കമ്മിറ്റികളിൽ നിന്നും ഒരാനമേളത്തോടു കൂടിയ പൂരം എഴുന്നള്ളിക്കും. വിഷുദിനത്തിൽ വൈകിട്ട് 6:30 ക്ഷേത്രനടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. മണലൂർ കിഴക്ക് കരയുടെ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ കൂട്ടിയെഴുന്നള്ളിപ്പിന് തിടമ്പേറ്റും. പുലർച്ചെ 4-നാണ് രാത്രി പൂരം എഴുന്നള്ളിക്കുക. പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ ചേർത്തെടുത്ത് എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത്. സമസ്ത വാടനപ്പള്ളി റേഞ്ച് മിഹ്റ ജാനുൽ ബിദായ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അഞ്ചങ്ങാടി അൻസാറുൽ ഇസ്ലാം മദ്രസ വേദിയായി. വാടനപ്പള്ളി തെക്കേ മഹൽ രക്ഷാധികാരി സയ്യിദ് ജലാൽ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് പ്രസിഡന്റ് കെ അബ്ദുൽ കരീം ദാരിമി അധ്യക്ഷനായി. റേഞ്ച് പരീക്ഷാ ബോർഡ് ചെയർമാൻ എ ജാഫർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. റേഞ്ച് ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഫൈസി, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ വാടനപ്പള്ളി റേഞ്ച് സെക്രട്ടറി BM സുധീർ, വാടനപ്പള്ളി റേഞ്ച് ട്രഷറർ A മുഹമ്മദ്, അൻസാർ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് നിസാർ തങ്ങൾ, KK മുഹമ്മദ് നസീം ഫൈസി, മുഹമ്മദ് ബദരി, അബ്ദുൾ റഷീദ് അഷ്റഫി, P മുഹമ്മദ് മുസ്തഫ മുസ്ലിയാർ, അബ്ദുൾ ജലീൽ അഷ്റഫി എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവപ്പശു വിതരണവും ധാതുലവണം വിരമരുന്ന് വിതരണവും നടത്തി. ചന്ദ്രാപ്പിന്നി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PA ഷമീർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, ഷൈജ ഷാനവാസ്, വെറ്റിനറി സർജൻ ഡോക്ടർ CB സോമു, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ BB പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ, വോളിബോൾ ക്യാമ്പുകളുടെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപിക NS ഷീബ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, പഞ്ചായത്ത് അംഗം KS അനിൽകുമാർ, MPTA പ്രസിഡന്റ് സിന്ധു, വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് PK ഹംസ, PM മുഹമ്മദ്, പ്രഫുല്ലചന്ദ്രൻ, PM അൻവർ, സ്റ്റാഫ് സെക്രട്ടറി സിമി തുടങ്ങിയവർ സംസാരിച്ചു. TS സജീവൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ വിവിധങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് ജനപ്രതിനിധികളും PTA-യും FPTA-യും സർവ്വവിധ സന്നാഹങ്ങളോട് കൂടിയ ഒരു കൂട്ടം കൂടെ നമ്മൾ ആദ്യം കഴിഞ്ഞു. അവിടെ നമ്മളൊരു ഓപ്പൺ ചർച്ച വിധേയമാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത് നമ്മൾ നോക്കി. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കിഴക്കേ നടക്കൽ പൂരം രാജകീയം. തൃപ്പയാർ തേവർ സ്വർണ്ണക്കോലത്തിൽ തന്ത്രി ഇല്ലത്തേക്ക് എഴുന്നള്ളി. താന്യത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷ് പോലീസ് പിടിയിൽ. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ലഹരി വിരുദ്ധ തീരദേശ നൈറ്റ് മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.